നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന വിഷയം വന്നിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അവരവരുടെ ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചാനലിൽ വ്യൂസൊക്കെ ഒരുപാട് വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലാണ് വ്യൂസ് കൂടുന്നത്, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല നല്ല കണ്ടൻറ്റോ വീഡിയോസോ ഇടുന്നതിൽ മാത്രം കാര്യമില്ല. പലരും നല്ല അടിപൊളി വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ വ്യൂസ് അധികം വരാറില്ല. ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ മറന്നു പോകും. ഒരുപാട് തിരക്കുള്ളവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ ചാനൽ ഗ്രോ ചെയ്യണം, വ്യൂസ് വരണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിലും അതിനുവേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം, ചാനലിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അധികം ആരും ചിന്തിക്കാറില്ല. ഏർണിങ്സൊക്കെ കൂടണം, ഡോളർ പെട്ടെന്ന് കയറണം, ഇതൊക്കെ ആയവർ ചിന്തിക്കുമ്പോഴേക്കും എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് എന്നായിരിക്കും അല്ലാത്തവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഷോർട്സൊക്കെ ഇടുമ്പോഴേക്കും അതിനും വ്യൂസൊക്കെ വളരെ കുറവാണെന്നാണ് പലരും പറയുന്നത്. അതുപോലെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിന് ഒരു പ്രത്യേക സമയം അനുസരിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ദിവസവും ചെയ്യുക. അത് മാത്രവുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളതിൽ വേറെ ഒരു കാര്യം, യൂട്യൂബിൽ വിജയിക്കണം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ്. പല രീതിയിലും കണ്ടൻറ് ഇടാറുണ്ട്, നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. പരിശ്രമം മാത്രം കൊണ്ട് ഒന്നും ആയില്ല, കൺസിസ്റ്റൻസി വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രയൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാനുള്ള ആ ഒരു സാഹചര്യം മുൻകൂട്ടി കാണുക. വീഡിയോസ് നേരത്തെ തന്നെ സമയം കിട്ടുമ്പോഴേക്ക് ഒരുമിച്ച് ചെയ്യുക, അത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. പിന്നെ കുറച്ചൊക്കെ മാറി നിന്നിട്ട് പിന്നെയും വന്നിട്ട് വീഡിയോസ് ഇടുമ്പോഴേക്കും ഈ റെഗുലറായിട്ട് കാണുന്നവരൊക്കെ അതൊരു പക്ഷേ വിട്ടുപോകും കാണാതെ. അവർ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കില്ല, കാരണം അവർക്കറിയാം യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയും യൂട്യൂബിൽ എങ്ങനെ വർക്ക് ചെയ്യണം. എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് വരുന്നത് കൊണ്ട് കുറേ കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷേ ഇത് ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ യൂട്യൂബ് വന്നിട്ട് നോട്ടിഫിക്കേഷൻ അയക്കാതെയാവും. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരാറാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വ്യൂസ് കുറയും, വിചാരിക്കുന്ന ഏർണിങ്സൊക്കെ കിട്ടില്ല. യൂട്യൂബിന് അൽഗോരിതവും അതിന് ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാഫൊക്കെ ഇങ്ങനെ കുത്തനെ നോട്ടിഫിക്കേഷനൊക്കെ പോകാതെ ആകുമ്പോഴും വ്യൂസ് കുറയുമ്പോഴും ഡൗൺ ആകും. അങ്ങനെ ഓരോ ക്രിയേറ്റേഴ്സും ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീഡിയോ ഇടുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. കുറേയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ പറഞ്ഞതുപോലെ 5-6 വീഡിയോസൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കുറിച്ച് വയ്ക്കുക, റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലൊരു വഴി. തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാകും, കുട്ടികളുടെ കാര്യം നോക്കാനുണ്ടാകും. അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് വിചാരിക്കുമ്പോഴൊക്കെ പെട്ടെന്നൊരു വീഡിയോ ഒന്നും എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ നമ്മൾക്കൊരു സമാധാനമാകാറുണ്ട്. കൺസിസ്റ്റൻ്റായിട്ട് ഇടുന്ന ഒരു ചാനലാണെങ്കിൽ പുറത്ത് പോകുമ്പോഴും ഓരോരോ ജോലി ചെയ്യുമ്പോഴും എന്ത് കണ്ടൻറ് ഇടാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് നേരത്തെ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടും കുറേ സമയം നിങ്ങൾക്ക് ചിലവാക്കാനുള്ളപ്പോഴേക്കും ഇത് ഇടയിൽ ഈ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഒരു പാഷനായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ധാരാളം പേരിങ്ങനെ കമൻസ് ഇടാറുണ്ടായിരുന്നു, അവർക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, കഷ്ടപ്പെട്ടിട്ടും ഇതിൽ നിന്നും പിന്മാറാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട. നിങ്ങളുടെ ചുമതല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഇനിയും നമ്മൾക്ക് സംസാരിക്കാം. ഒരുപാട് പേരിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നത് വളരെ സന്തോഷമുണ്ട്. ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഇനി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളോ അപ്ഡേറ്റ്സോ മോട്ടിവേഷനോ ഒക്കെ കൊണ്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് മറക്കാതെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.